അവതരിപ്പിച്ചാൽ ഭരണഘടന, അതായത് സർക്കാരിനോട് ഭരണഘടനാ സംവിധാനത്തോട് MLC മോഡലിൽ ഒരു സംവിധാനം കേരളത്തിൽ വേണമെന്ന് പറഞ്ഞൊരു മുനിസിപ്പാലിറ്റി ഒരു പ്രമേയം പാസാക്കിയാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറയാതെ പദവികൾ അതല്ല കഴിവില്ലാത്ത മക്കൾക്ക് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റാത്ത ആളുകൾക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രമേയത്തിൽ വീണ്ടും ഞാൻ ചോദിക്കട്ടെ, ആ പ്രമേയത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വേദനയുണ്ടായി? അവിടെയാണ് രാഷ്ട്രീയം ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വേദനയുണ്ടായി ആ പ്രമേയത്തിൽ? ഈ ഭരണത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്തവരെ കൊണ്ടുവരാനായിട്ട് അത് ഒരുപക്ഷെ നാളുകളിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ആവശ്യം വരുന്നേ. അതുകൊണ്ട് തന്നെ ആ പ്രമേയം അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് അതിനെന്തിനാ വേദന കൊള്ളുന്നത്? നിങ്ങൾക്ക് വേദന തോന്നേണ്ട കാര്യം അവിടെയാണല്ലോ രാഷ്ട്രീയം ഇരിക്കുന്നത്. എപ്പോഴും എന്നും ഇതേ സ്വഭാവം കാണിക്കും പുള്ളി. എവിടെയെല്ലാം ചെന്ന് എനിക്ക് വേദന രാഷ്ട്രീയമല്ലല്ലോ. ബിനുവിന് ആരോടും ഇപ്പൊ ഞാൻ പറയുമ്പോൾ മുഴുവൻ ഇടയ്ക്ക് കയറി സംസാരിക്കും. ബിനു ഒരു സഹിഷ്ണുതയില്ല. ബിനുവിന്റെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ചയുടെ വഴി തിരിച്ചുവിടുന്ന രീതിയിലുള്ള വളരെ തരംതാണ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയുന്നേ. അതിന് യാതൊരു സംശയവും വേണ്ട. അത് ഏത് വേദിയിലാണെങ്കിലും മറുപടി പറയും. നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് അതിന് വികാരം കൊള്ളേണ്ട കാര്യം പറഞ്ഞു കൊടുക്കും. ഇത് തന്നെ ഏത് വേദിയിലും പറയാൻ കൊള്ളില്ലെന്നേ. നഗരസഭയുടെ മീറ്റിംഗ് കൂടുമ്പോഴും ഇങ്ങനെ കയറി എപ്പോഴും ഇടപെട്ട് മറ്റുള്ളവരുടെ അവസരം താങ്കൾ എപ്പോഴും കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കും. താങ്കൾ മറ്റുള്ളവർക്ക് ആർക്കും അവസരം കൊടുക്കുകയല്ല. ഇവിടെ ഓരോ സ്റ്റാൻഡിംഗ് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല സുഹൃത്തെ, നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ലേ. ഞാൻ അതിനെന്തിനാ മറുപടി പറയുന്നത്? നിങ്ങളുടെ വ്യക്തിപരമായ അല്ലല്ലോ, വ്യക്തിപരമല്ലല്ലോ. ഇന്നലെ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ 6 പേര് നിങ്ങൾ രാഷ്ട്രീയപരമായി പറഞ്ഞ കാര്യത്തിന് നമ്മളെ ചർച്ച നിയന്ത്രിക്കുന്നയാൾ നമ്മളോട് ചോദിച്ച രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാം. വ്യക്തിപരമായ മറുപടി പറയാനാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് 24 ചാനലുകാർ നമുക്ക് അവസരം തരുന്നേ. നിങ്ങൾ രാഷ്ട്രീയപരമായി മറുപടി പറയൂ. രാഷ്ട്രീയപരമായി മറുപടി പറയൂ. ഞങ്ങൾക്ക് പറയാമല്ലോ. ഈ രീതിയിൽ ഇടപെടാതെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് പറയാതെ ബിജു മാത്യൂസ്, അതായത് ഇതിപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ശ്രീ ബിജു മാത്യൂസ് താങ്കൾ കരുതുന്നത്? പെട്ടെന്നൊന്ന് പറയാമോ? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത് ശ്രീ ബിജു മാത്യൂസ്? അതിനൊരു വഴിയുണ്ടോ, സാധ്യതയുണ്ടോ? വ്യക്തമല്ലേ, കാര്യങ്ങൾ വ്യക്തമല്ലേ? ഉറപ്പായും ഇത്രയേ ഉള്ളൂ. ഈ ഗുണ്ടാ സംഘത്തിൽ നിന്ന് ഞങ്ങളില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും ശരി, ഈ ബിനുവിന്റെ ഇതുപോലെയുള്ള ഇടപെടല് സംസാരിക്കാൻ നിങ്ങൾ ഗുണ്ടാ സംഘമെന്ന് ആക്ഷേപിച്ചാൽ ഞങ്ങൾ നിങ്ങളെ പറ്റി എന്താണ് മറുപടി പറയേണ്ടത്? നിങ്ങൾ ഞങ്ങളെ ഗുണ്ടാ സംഘമെന്ന് ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? ബ്രാക്കറ്റിൽ പേരെഴുതാൻ പേരില്ലാത്ത ആളെന്ന് പറയണം. അങ്ങനെ തന്നെ പറയണോ? അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് ആക്ഷേപം ഉന്നയിക്കരുത്. ഗുണ്ടാ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ ബിജു കഴിഞ്ഞ് നിങ്ങൾ എഴുതുന്ന ഇൻഷലിന്റെ പേര് അല്ലെങ്കിൽ പല പേര് നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരുന്ന പോലും എനിക്ക് ആക്ഷേപം പറയേണ്ടി വരും. ദയവ് ചെയ്ത് അതിലേക്ക് കടക്കരുത്. നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് നിലവാരം താഴ്ന്ന രീതിയിലേക്ക്, താഴ്ന്ന നിലവാരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.